ഞായറാഴ്ച തോറും നാം നടത്തിവരുന്ന വചന ആത്മീയ ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വശം അവൻ നിലവിലുണ്ടായിരുന്ന സങ്കല്പങ്ങളെ വിമർശനാത്മകമായി കാണുകയും അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കുന്നതിന് സാഹസികമായി പ്രയത്നിക്കുകയും ധൈര്യം കാണിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. നാം പരമ്പരാഗതമായി പ്രാപിച്ചിരിക്കുന്ന മതപരമായ ധാരണയോ നേരെ മറിച്ചാണ്. നിലവിലിരിക്കുന്ന അവസ്ഥകളോടും വ്യവസ്ഥിതികളോടും ധാരണകളോടും പൊരുത്തപ്പെട്ടു പോവുക, അവയ്ക്ക് നമ്മെ തന്നെ അടിയറ വയ്ക്കുക, ഒന്നിനോടും വിയോജിപ്പ് കാണിക്കരുത്. നമുക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നുവോ, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെട്ടു വരുന്നു, അവയൊക്കെ ഒരു വിധത്തിലും ചിന്തിക്കുകയോ സംശയിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യാതെ അനുസരിച്ചു കൊണ്ടേയിരിക്കുക, നിർവഹിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തോട് അനുരൂപരാകരുത് എന്ന വ്യക്തമായ നിർദ്ദേശമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെ മർമ്മം എന്നതോ നിലവിലിരിക്കുന്ന സ്ഥിതിയോട്, സ്റ്റേറ്റസ് കോ എന്ന് പറയും, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, അതിനോട് താതാത്മ്യപ്പെട്ടു പോവുക, അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തിത്വങ്ങൾ സ്വയം പരിമിതപ്പെടുത്തുക, തങ്ങളെ തന്നെ രൂപീകരിക്കുക, സ്ഥാപിത താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണ് അയക്കുവാൻ ആരും കൂട്ടാക്കാതിരിക്കുക, അതാണ് ലോകത്തിൻ്റെ മർമ്മം. അതിനോട് നിങ്ങൾ പൊരുത്തപ്പെടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുവിൻ്റെ ഉദാഹരണത്തെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് എന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ യേശു പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ശിശുക്കൾ എന്ന് പറയുന്നത് പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു മനുഷ്യാവസ്ഥയല്ല, ശൈശവം. ശിശുക്കൾ വളർച്ച പ്രാപിക്കാത്ത മനുഷ്യരാണ്, അണ്ടർ ഡെവലപ്ഡ് അഡൾട്ട്. ശിശു ആരാണ്? വളർച്ച പ്രാപിക്കാത്ത മനുഷ്യനാണ്. എ ചൈൽഡ് ഈസ് എൻ അണ്ടർ ഡെവലപ്ഡ് അഡൾട്ട്. അതുകൊണ്ട് ഒരു മുതിർന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വ്യക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ശിശുവിന് അല്ലെങ്കിൽ ശൈശവത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന്, ഒരു മനുഷ്യജീവിക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതില്ല, കാര്യമായി അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതവിടെ നിൽക്കട്ടെ, വളർന്ന് പ്രായപൂർത്തിയായ ശേഷം പിന്നെ അതിനെ ഗവനിച്ചാൽ മതി. ഇതാണ് ലോകത്തിലെ സങ്കല്പം മുഴുവനും.
അതിനിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മുതിർന്നവരിന്ന് സംസാരിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾ വന്നാൽ അവരോട് പറയും, നിങ്ങൾക്കെന്താണ് ഇതിൻ്റെ കാര്യം, നിങ്ങൾ അപ്പുറത്ത് വയ്ക്കൂ എന്ന് പറയും. അപ്പോൾ മുതിർന്നവർ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ ശിശുക്കളാണ്. എന്നാൽ ഈ ഒരു ധാരണ നാം അറിഞ്ഞതിനേക്കാൾ വളരെയധികം മൂർച്ചയിൽ യഹൂദ സംസ്കാരത്തിലും യഹൂദ കാഴ്ചപ്പാടിലും ഇടം പിടിച്ചിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലുമാണ് യേശു തൻ്റെ ശിഷ്യന്മാരോടും മനുഷ്യജാതിയോടാകമാനമായും പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സമൂഹം, യേശു ഉൾപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിർബന്ധിച്ചിരുന്നത്, നിങ്ങൾ ഒരിക്കലും ശിശുക്കളെ പോലെ ആകരുത്, നിങ്ങൾ എപ്പോഴും മുതിർന്നവരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണം. നാം ഇപ്പോഴും ബാലിശമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇൻഫെൻറ്റൈൽ എന്ന വാക്കുണ്ട്. ഇൻഫെൻറ്റ് അതിൻ്റെ ആഡ്ജക്റ്റീവാണ് ഇൻഫെൻറ്റൈൽ. അത് ചൈൽഡിഷ്, ചൈൽഡ് ലൈക്ക്, ഇത് രണ്ട് വാക്കുകളുണ്ട്. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിനെ പോലെ, ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ഈ ബാലിശമായി എന്നതാണ്. അപ്പോൾ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാധ്യതയാണ് ഈ ബാലിശമായി പ്രവർത്തിക്കുക. നമ്മൾ ശിശുക്കളിൽ നിന്ന് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവർ അപക്വമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. യേശുവിൻ്റെ കാലത്ത് ആ ധാരണ വളരെയധികം കട്ടിയായി മനുഷ്യരുടെ ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നു. അതിനെ പരിപൂർണമായും അതിജീവിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. പക്ഷേ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നാം ഇന്നും പറയുന്നത്, ശിശുക്കളോട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഞങ്ങളെപ്പോലെ ആയി വരണം, നിങ്ങൾ ഒരിക്കലും ശിശുക്കളെ പോലെ ആകരുത്. ഇപ്പോൾ ആധുനിക ലോകത്തിലെ ശിശുക്കളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ശൈശവത്തിന് അവകാശമില്ല. ശൈശവം ശിശുക്കളിൽ നിന്ന് പിടിച്ചു പറിച്ച് മാറ്റിക്കളയുന്ന ഒരു സമീപനവും അതിൻ്റെ നേട്ടങ്ങളുമാണ് ആധുനിക ലോകത്തിൽ. പരിഷ്കാരം കൂടുന്തോറും, മനുഷ്യ പുരോഗമിക്കും തോറും മനുഷ്യൻ്റെ ശൈശവത്തെ മനഃപൂർവ്വമായി സംഘടിതമായി ആക്രമിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് നാം കാണുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം മൂലവും ഈ വലിയ അക്രമം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ശൈശവത്തിൽ ഒരു മനുഷ്യജീവി അനുഭവിക്കേണ്ട സാവകാശവും സന്തോഷവും, അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള അവകാശവും, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. മനുഷ്യ നിർമ്മിച്ചിരിക്കുന്ന, അതായത് മുതിർന്നവർ നിർമ്മിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, സംവിധാനങ്ങളിൽ, ചട്ടക്കൂടുകളിൽ ബലം പ്രയോഗിച്ച് നാം ശിശുക്കളെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സ്ക്വീസിങ് ദം ഇൻ ടു ദ മോൾഡ്സ് ദാറ്റ് അഡൾട്ട്സ് ഹാവ് മെയ്ഡ്. അതുകൊണ്ടൊരു ശിശുവിന് ശൈശവത്വം, ശിശുവായിരിക്കുന്ന അവസ്ഥ, അതിൻ്റെ മാഹാത്മ്യം അറിയുവാൻ ഉള്ള അവകാശം നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഈ ശൈശവത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ അത്ഭുതങ്ങളുമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ശിശു ഒരു ഭാഷ പഠിക്കുന്നത്? ആര് പഠിപ്പിച്ചിട്ടാണ്? ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രഗത്ഭരായ പ്രൊഫസേഴ്സ്, അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടാണ് ഒരു ശിശു, ആരും പ്രത്യേകിച്ച് സഹായിക്കാതെ, ഒരു ഭാഷ വളരെ നൈസർഗികമായി പഠിച്ചെടുക്കുന്നത്. ശാസ്ത്രം എന്ന് നമ്മോട് പറയുന്നത്, ഒരു ശിശു അവൻ്റെയോ അവളുടെയോ ജീവിതത്തിൻ്റെ ആദ്യത്തെ 6 വർഷങ്ങളിൽ പഠിക്കുന്നത് ശിഷ്ടമുള്ള 60 വർഷങ്ങളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. ശാസ്ത്രം വീണ്ടും നമ്മോട് പറയുന്നത്, ഒരു ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികസനം ആദ്യത്തെ 8 വർഷം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യ ജീവിയുടെ മാനസികമായ അല്ലെങ്കിൽ തലച്ചോറ് സംബന്ധമായ വികസനം ആദ്യത്തെ 8 വർഷം കൊണ്ട് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടുന്നു. പിന്നെ അങ്ങോട്ടുള്ള കാലങ്ങളിൽ വളരെ പരിമിതമായ വിധത്തിൽ മാത്രമേ ഇതിൻ്റെ വികസനം നടക്കുന്നുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ എന്തായാലും പരമ്പരാഗതമായ ധാരണകൾ നമ്മെ വിട്ടുപോകുകയില്ല. അതുകൊണ്ട് ശൈശവം എന്നത് ഏതാണ്ട് ഒരു
ഭാരമെന്ന പോലെ യാതൊരു സാധ്യതയുമില്ലാത്തൊരവസ്ഥ എന്ന രീതിയിലാണ് നാം കണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മേക്കാൾ ഈ ഒരു നിഷേധാത്മക മനോഭാവം യഹൂദൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് പുലർത്തിയ ഒരു കാലഘട്ടത്തിലാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പ് നിർത്തിയിട്ട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു നമ്മെപ്പോലെ ആയിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെ ആയിരുന്നുവെങ്കിൽ ലോകത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ടാകുമായിരുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ്? വരച്ച വരയിൽ അതുപോലെ തന്നെ നിൽക്കുക. തിരുമേനിയും കത്തനാരും പറയുന്നതിനപ്പുറത്ത് യാതൊരു സാധ്യതയുമില്ല. ദൈവം എന്ന് പറഞ്ഞാലും അവിടുന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കത്തില്ല. ഇപ്പോൾ മെത്രാന്മാരും പുരോഹിതന്മാരും പറയുകയാണ്, യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി തെരുവിൽ തമ്മിലടിക്കുന്നതാണ് ഏറ്റവും ഭക്തിയേറിയ ഒരു പ്രവർത്തനം, ഒരു അഭ്യാസം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാർ. അതിൽ ഉണ്ടെന്ന് ആരെങ്കിലും സൂചിപ്പിച്ചാൽ അവരെ കല്ലെറിയുക. അതിനപ്പുറത്ത് പോകാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നാം യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ വിദൂരമായി പോലും മനസ്സിലാക്കുവാനോ അത് എപ്പോഴും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന ആത്മീയമായ സാധ്യതകളും വെല്ലുവിളികളും മനസ്സിലാക്കുവാനോ കൂട്ടാക്കിയിട്ടില്ല എന്നത് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യം കൂടെ അല്പം ഒന്ന് പരിചയപ്പെടുന്നതിന് ഇന്നത്തെ ധ്യാനം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പ്രസ്താവനയുടെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് അല്പം ഒന്ന് കണ്ണോടിക്കാം. ശൈശവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശൈശവത്തിൻ്റെ ആത്മീകമായ അനുഗ്രഹം എന്താണ്? ശൈശവത്തിൻ്റെ മാനവികമായ മേന്മ എന്താണ്? അത് പ്രധാനമായും ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ, മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടുകൾ, മനുഷ്യർ കൽപ്പിച്ചാക്കിയിരിക്കുന്ന സങ്കല്പങ്ങൾ, താരിപ്പുകൾ, ഇവയുടെ സ്വാധീനം നന്നേ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശിശു അവനോ അവളോ ഏത് സമൂഹത്തിൽ വളർന്നു വരുന്നു, അതിൻ്റെ എല്ലാ നിബന്ധനകളും അതുപോലെ അനുസരിക്കണമെന്ന് ആരും നിർബന്ധം പിടിക്കാറില്ല. അത് ശിശുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന മുൻവിധി ഉള്ളത് കൊണ്ട് നമ്മൾ ശിശുക്കളെ വെറുതെ വിട്ടുകളയും. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നു, അവിടെ നിങ്ങളുടെ ഒരു 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഞാനത് വളരെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവർ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ എവിടെയൊക്കെ മീറ്റിങ്ങിന് പോയാലും, ഹൈ പവേർഡ് ലെക്ചേഴ്സ് കേൾക്കാൻ പോയാലും തീരെ കുഞ്ഞുങ്ങളെ അവരെയും കൊണ്ടേ പോകുമായിരുന്നു. അപ്പോൾ അവർ ശബ്ദം ഉണ്ടാക്കും, അവരിറങ്ങി നടന്നിരിക്കും, ആരും അത് മൈൻഡ് ചെയ്യാറില്ല. അതേസമയം മുതിർന്ന ഒരാൾ ഈ കുഞ്ഞ് പ്രവർത്തിക്കുന്ന പോലെ ചെയ്താൽ അവനെ അവിടെ നിന്ന് ഇറക്കി വിടും. കാരണം ഒരു കുഞ്ഞിൽ നിന്ന് നാം അത് പ്രതീക്ഷിക്കുന്നില്ല. അത് തന്നെ ഒരു ശിശുവിൽ നിന്ന് നാം അത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്, മനുഷ്യനിർമ്മിതമായ ധാരണകളിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും താരിപ്പുകളിൽ നിന്നും നിർബന്ധങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഈ ശൈശവം എന്നുള്ളത്. എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായി എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നത്. ഓരോ ശിശുവും ഓരോ പുതിയ ആരംഭമാണ്. ഓരോ ശിശുവും ഓരോ പുതിയ ആരംഭമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പഴമകളുടെയും പാരമ്പര്യങ്ങളുടെയും താരിപ്പുകളുടെയും അടിമകളായി മാത്രം നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭത്തിനുള്ള സ്വാതന്ത്ര്യമോ അവസരമോ ഉണ്ടാകുകയില്ല. പിന്നെ അവശേഷിക്കുന്നത് പഴഞ്ചൻ കാര്യങ്ങൾ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുവാനുള്ള അവസരവും അനുവാദവും മാത്രമായിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വാഞ്ച, ഒരു വലിയ ദാഹം,
രൂപം കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കുന്നത്, നാം ഈ ഭൂമിയിൽ വന്നത് പ്രത്യേകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം ഓരോ മനുഷ്യ പിറവിയിൽ കൂടെ തൻ്റെ അഭൗമമായ വ്യക്തിത്വത്തിൻ്റെ ചില ചെറിയ 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 ഭാഗങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ കോണ്ടെക്സ്ച്വലൈസ്ഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് എ സ്മോൾ ആസ്പെക്റ്റ് ഓഫ് ദ ഡിവൈൻ. അത് പണ്ടത്തെ സ്റ്റോയിക് ഫിലോസഫിയിലും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറയുന്ന ആ വലിയ സങ്കല്പത്തിൻ്റെ ഒരു കിരണം അവനിൽ നിന്ന് അടന്നു മാറി ഒരു പ്രത്യേക വേറിട്ട രൂപവും ഭാവവും ആർജിക്കുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ ഉരുത്തിരിയുന്നത് എന്ന ധാരണ സ്റ്റോയിക് ഫിലോസഫിയിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഏതാണ്ട് സൂചിപ്പിക്കുന്നത് പോലെയാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അംശം അവനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ എന്ന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയും ഒരു മനുഷ്യജീവിയും ലോകത്തിലില്ല. മറ്റ് ചരാചരങ്ങൾ അതിലുണ്ടോ ഇല്ലയോ എന്ന വിവാദത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ തത്വം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വ്യക്തിത്വം സർവ്വചരാചരങ്ങളിലും ബ്രഹ്മാണ്ടങ്ങളിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുറി മനുഷ്യൻ അവൻ്റെ സൗകര്യത്തിന് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണത്തിൽ കൂടെ ദൈവത്തെ അറിയാമെന്നോ ദൈവ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക അളന്ന് കുറിച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രം ദൈവത്തെ അന്വേഷിക്കണം, പരമ്പരാഗതമായ ധാരണകളിൽ മാത്രം പതുങ്ങി നിൽക്കണമെന്ന് ആളുകൾ നിർബന്ധം പിടിക്കുമ്പോൾ അതിനോട് സമരസപ്പെടുവാൻ എനിക്ക് കഴിയാതെ പോകും. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഓരോ മനുഷ്യ പിറവിയും അതിൻ്റെ ആരംഭം എന്താണ്? അത് പുതിയ ആരംഭമാണ്. ആ പുതിയ ആരംഭത്തിൻ്റെ പരിശുദ്ധമായ അവസ്ഥയാണ് ശൈശവം എന്നുള്ളത്. എന്നാൽ ആ ശൈശവത്തിൽ നിന്ന് നാം മുൻപോട്ട് പോയി വളർച്ച പ്രാപിച്ച മുതിർന്നവരായിത്തീരുമ്പോൾ നാം ആരംഭത്തിൽ നിന്ന്, പുതിയ ആരംഭത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്ന്, സാധ്യതകളിൽ നിന്ന് ലോകത്തിൻ്റെ താരിപ്പും പരിശീലനവും നാം കൂടുതൽ ആർജിക്കും തോറും അകന്നകന്നകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അറിവ് സാഹിത്യത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേർഡ്സ്വർത്തിൻ്റെ കവിതകൾ നോക്കിയാൽ, പ്രത്യേകിച്ച് ഓഡ് ഓൺ ഇമ്മോർട്ടാലിറ്റി, ഓഡ് ഓൺ ദി ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ബേസ്ഡ് ഓൺ റെക്കലക്ഷൻസ് ഫ്രം ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്. അദ്ദേഹം പറയുന്നത്, ചെറുപ്പത്തിൽ നാം ദൈവത്തോടു കൂടെയായിരുന്നു. ട്രെയിലിംഗ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി ഡു വി കം ഫ്രം ഗോഡ് ഹു ഈസ് ആ ഹെവൻ, who is our home. Heaven lies about us in our infancy. സ്വർഗം നമ്മുടെ ശൈശവത്തിൽ വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നാം വളർന്നപ്പോൾ ഈ ലോകമാകുന്ന കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പഴികളുടെ നിഴൽ നമ്മുടെ മേൽ പതിച്ചും അതിൻ്റെ കട്ടി കൂടിയും കൊണ്ടേയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് അർത്ഥമുണ്ട്. അത് ആത്മീയമായ ഒരു തിരിച്ചറിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണമെന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ സുപ്രധാനമായ അർത്ഥം, നിങ്ങൾ ഇതുവരെ പ്രാപിച്ച, ഇതുവരെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളുടെ സ്വാധീനം, നിയന്ത്രണം, പരിമിതികൾ, അതിൻ്റെ ഭാഗികമായ അജണ്ടകൾ, താല്പര്യങ്ങൾ, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അതാണ് എൻ്റെ അർത്ഥം. നമുക്കറിയാം, നമ്മൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പലവിധമായ കണ്ടുമുട്ടലുകൾ, യേശുവും വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ.
അവയൊക്കെയും പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പൊതുവായ ഘടകം എന്താണ്? കോമൺ ഫാക്ടർ എന്താണ്? യേശുവിനെ കണ്ടെത്തുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു ആരംഭത്തിലേക്ക് പ്രവേശിച്ചു. അവർ സന്തോഷവും രൂപാന്തരവും പ്രാപിച്ചു. അങ്ങനെ പുതിയ ആരംഭത്തിലേക്ക് കടന്നു വരുവാൻ ധൈര്യം കാണിക്കാത്തവരൊക്കെ നിരാശരായി മടങ്ങിപ്പോയി. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ യുവാവ് യേശുവിനെ വന്ന് കണ്ട് അവൻ്റെ സമാധാനത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവന് നൽകപ്പെടുന്ന നിർദ്ദേശത്തെ സ്വീകരിപ്പാൻ കഴിയാതെ അവൻ സങ്കടത്തോടെ മടങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ വ്യക്തമാണ്. യേശുവും അല്ലെങ്കിൽ യേശുവിനെ കണ്ടെത്തിയവരും യഹൂദ മത ആചാരത്തിൽ മാത്രം തങ്ങി നിന്നവരുമായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു? നിലവിലുള്ള മതബോധം, മതപാരമ്പര്യം, മത ആചാരങ്ങൾ, അതിനെ മാത്രം അള്ളിപ്പിടിച്ചിരുന്നവർ പുരോഹിത മേൽക്കോയ്മയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയം അവിടെ ചെന്നു ആരാധന നടത്തി ചില കർമ്മങ്ങളൊക്കെ ചെയ്തു അവർ കടന്നുപോയി. അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസവും സംഭവിച്ചില്ല. എന്നാൽ യേശു ജനങ്ങളെ കണ്ടെത്തുന്നത്, ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം, യേശു വ്യക്തികളെ കണ്ടെത്തുന്നത് മനുഷ്യനിർമ്മിതമായ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിന് വെളിയിലാണ് എന്ന് മനസ്സിലാക്കണം. ഇത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പുരോഹിത മേൽക്കോയ്മയുടെ അടിമത്തത്തിൽ കിടന്നൊരു സംവിധാനത്തിൻ്റെ പരിധിക്കുള്ളിലായിരുന്നില്ല. യേശുവിൻ്റെ ജനനം മുതൽ ആ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. എന്തുകൊണ്ടാണ് യേശു ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുവാനിടയായത്? എന്തുകൊണ്ടാണ് സത്രത്തിൽ ജനിക്കുവാൻ അവന് ഇടമില്ലാതിരുന്നത്? അത് വലിയ വലിയ അർത്ഥങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്കാരത്തിൻ്റെയും മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളുടെയും പരിധിക്ക് അപ്പുറത്തു മാത്രമേ പുതിയ സാധ്യതകളുടെ ആരംഭമുണ്ടാകുവാൻ ഇടയാകുകയുള്ളൂ എന്ന വളരെ ശ്രദ്ധേയമായൊരു സത്യമാണ് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അവരുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അത് അവസാനം വരെയും. ഇപ്പോൾ യേശുവിനെ ക്രൂശീകരിക്കുന്നത് യഹൂദ പട്ടണത്തിന് വെളിയിൽ കൊണ്ടിട്ടാണ്. കാരണം മനുഷ്യനിർമ്മിതമായ പട്ടണത്തിൻ്റെ ഉള്ളിൽ മനുഷ്യപുത്രന് ഇടമില്ല. ഇത് എന്നേക്കുമായിട്ടുള്ള സത്യമാണ്. യേശു തൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന ഏകാന്തനായിട്ടാണ്. അത് ഒരു വലിയ സത്യത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഏകാന്തനായി സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ സഞ്ചരിക്കാൻ മനസ്സില്ലാത്ത ഒരുത്തനും ദൈവികമായ ചിന്തയോ ദൈവികമായ ദൗത്യമോ നിർവഹിപ്പാൻ കഴിയുകയില്ല എന്നാണ് പരമമായ സത്യം. എന്നാൽ ഈ വഴിയുടെ പ്രത്യേകതകളെ മുഴുവനും തിരസ്കരിച്ചുകൊണ്ട് യേശു എന്തിന് എതിരെയാണോ മനുഷ്യൻ്റെ ബോധതലങ്ങളെ ഉണർത്തിയത്, അതായത് മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യർ കൽപ്പിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളും ആ പ്രവൃത്തികളും യാന്ത്രികമായി അടിമകളെപ്പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും അവൻ ആരാണെന്നോ അവൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നോ അവനെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണെന്നോ തിരിച്ചറിയുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് അന്ധതയുടെ അവസ്ഥയാണെന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഏത് സംവിധാനത്തിലും ഏത് അവസ്ഥയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കാനാണോ യേശു വന്നത്, അതേ അവസ്ഥ പുനഃസ്ഥാപിക്കുകയും അതേ അന്ധകാരവും അതേ അടിമത്വവും തുടരുകയുമാണ് കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ തന്നെ ചെയ്തതെന്ന് പറയുമ്പോൾ അത് എത്രയോ മർമ്മഭേദകമായൊരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശു വളരെ വ്യക്തമായി പറയുന്നത്, ആണയിട്ട് പറയുന്നത്, ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ഇനി ഈ ശൈശവത്തിൻ്റെ മറ്റൊരു മുഖം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, എവറി ചൈൽഡ് ഈസ് ട്രൂലി ഗ്ലോബൽ എന്ന് പറയും. ലോകത്തിലെ സാർവലൗകികതയുടെ ഏറ്റവും മഹിമയേറിയ പ്രതിനിധി ഒരു ശിശുവാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ അവൻ ഹിന്ദു അല്ല, ക്രിസ്ത്യനല്ല, മുസ്ലിം അല്ല, അവൻ കമ്മ്യൂണിസ്റ്റ് അല്ല, നിരീശ്വരവാദിയല്ല, അവൻ കുറ്റവാളിയല്ല, അവൻ വിശുദ്ധനുമല്ല, അവനൊരു ശിശു മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം
അവനെ വളർത്തുന്നു, പോറ്റുന്നു, പരിശീലിപ്പിക്കുന്നു എന്ന പേരിൽ അവൻ്റെയോ അവളുടെയോ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ മാത്രമാണ്. ഇത് മനുഷ്യൻ നൽകുന്ന സംഭാവനകളാണ്. അവയ്ക്കൊക്കെ വലിയ വലിയ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ വലത്തെ കള്ളൻ മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നത്. കാരണം അവൻ്റെ മേൽ സമൂഹം ഒട്ടിച്ചു വെച്ച ആ നെറ്റിപ്പട്ടമല്ലേ, ഇവൻ കള്ളനാണ്, ഇവൻ കുറ്റവാളിയാണ്, ഇവൻ അപകടകാരിയാണ് എന്നുള്ളത് മനുഷ്യർ ചെയ്ത പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സാധൂകരിക്കാവുന്നതല്ല. മനുഷ്യൻ കൽപ്പിച്ചാക്കുന്നത് ദൈവം അഴിച്ചു കളയും എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമുക്കറിയാം, യേശു മനുഷ്യനിർമ്മിതമായ യഹൂദൻ പരമ്പരാഗതമായി പ്രാധാന്യം കൽപ്പിച്ച് ആചരിച്ചു വന്ന ഒരു ആചാരത്തെയും മുഖവിലേക്ക് എടുത്തില്ല എന്നത് 4 സുവിശേഷങ്ങളും ഒരേ സ്വരത്തിൽ അതിശക്തമായി നമ്മെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മതം ആചാരങ്ങളുടെ ആകത്തുകയായി മാറിപ്പോയത് എങ്ങനെയാണ്? ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിത്വത്തിന് ദൈവം കൽപ്പിക്കുന്ന പ്രത്യേകത, ഓരോ വ്യക്തിയെപ്പറ്റിയും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തെടുത്ത പാവകളെ പോലെ അവരുടെ വ്യക്തിത്വത്തെ മുഴുവനും അതിൻ്റെ പ്രത്യേകതകളെ മുഴുവനും നശിപ്പിച്ച് ഏതാണ്ട് മാർച്ച് ചെയ്യുന്ന പട്ടാളത്തെ പോലെ ആക്കി വെച്ച ഈ വലിയ അതിക്രമം യേശുവിൻ്റെ പേരിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടം ഞാൻ അനുഭവിക്കാറുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു RSS ആയിരുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നില്ല. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ചെറുപ്പം മുതലേ, എനിക്ക് തിരിച്ചറിവില്ലാതിരുന്ന സമയം മുതലേ എന്നെ മനുഷ്യനിർമ്മിതമായ ഈ വെറും ഉപരിപ്ലവതയുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മാത്രം നിറഞ്ഞു നിന്നിരുന്ന മത കാഴ്ചപ്പാടിൽ ഒതുക്കി നിർത്തുകയും അതിൻ്റെ ചില ജൽപ്പനങ്ങളും ആചാരങ്ങളും മാത്രമാണ് ദൈവത്തിൻ്റെ ആകത്തുകയെന്ന് എന്നെ പഠിപ്പിച്ച് എൻ്റെ ഉള്ളിലുള്ള വെളിച്ചം കെട്ടുപോകത്തക്കവണ്ണം എന്നെ ആക്കി വെച്ച അപരാധമാണ് ഞാൻ ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുന്ന കുരിശ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഇപ്രകാരമുള്ള ഉത്ബോധനങ്ങൾ എന്നോട് വളരെ വാചാലമായി സംസാരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ദൈവരാജ്യ സങ്കല്പത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എൻ്റെ ഇതിവൃത്തം, എൻ്റെ തീസീസ് എന്താണ്? ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ദ ഇൻവിറ്റേഷൻ ടു എ ന്യൂ ബിഗിനിങ്. ദൈവരാജ്യം എന്നതോ ഒരു പുതിയ ആരംഭത്തിലേക്കുള്ള ആഹ്വാനമാണ്. അത് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു നിക്കോദിമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും കാണുന്ന 2 വ്യത്യസ്തമെന്ന് തോന്നാവുന്ന ഉത്ബോധനങ്ങൾ, പഠിപ്പീരുകൾ രണ്ടും ഒന്നാണ്. വീണ്ടും ജനിച്ച ശേഷം നാം വളരണം. നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നു. ശിശുവാണെങ്കിൽ വളരണം. ഒരു പുതിയ വ്യക്തിത്വത്തിൽ വളരുക എന്നതാണ് നാം ഇപ്പോഴായിരിക്കുന്ന. ലോകം നമുക്ക് സംഭാവന ചെയ്തൊരു വ്യക്തിത്വമുണ്ട്. ലോകത്തിൻ്റെ പരിശീലനങ്ങൾ, താരിപ്പുകൾ, അവയുടെ ആകത്തുകയായി നാം ഇപ്രകാരം വിരൂപമായി പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിനോട് മരിച്ചിട്ട് ഒരു പുതിയ സാധ്യതയിലേക്ക് നാം വീണ്ടും ജനിച്ച് ആ സാധ്യതയിൽ നാം വളരുമ്പോൾ മാത്രമേ നാം ആത്മീയ വ്യക്തിത്വം പ്രാപിക്കുന്നുള്ളൂ എന്നതാണ് യേശുവിൻ്റെ ദർശനം. അപ്പോൾ അതിന് പകരം നാം എന്താണ് ചെയ്യുന്നത്? പരമ്പരാഗതം, ഓർത്തഡോക്സി, മാമൂലുകൾ, പണ്ട് അപ്പനപ്പൂപ്പന്മാർ അല്ലെങ്കിൽ നമ്മുടെ പുരാതനമായ ആളുകൾ നമുക്ക് നൽകി എന്നൊക്കെ പറയുന്ന താരിപ്പുകൾ. അപ്പുറത്തേക്ക് നോക്കരുത്, അപ്പുറത്തേക്ക് നോക്കിയാൽ നീ നരകത്തിൽ പോകും, അവർ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യണം. അതേസമയം തന്നെ നാം ആരാധിക്കുന്നത്, നാം സ്നേഹിക്കുന്നത്, നാം അനുസരിക്കുന്നത് ജീവനുള്ള, ജീവിക്കുന്ന ദൈവത്തെയാണ് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഈ ദൈവം യഥാർത്ഥത്തിൽ മരിച്ചിട്ട് 500 വർഷമായി, 1000 വർഷമായി ഇൻ ഇഫക്റ്റ്. കാരണം അതിനുശേഷം ഈ ദൈവം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല, ഒന്നും ഉരിയാടിയിട്ടില്ല. ദൈവത്തിൻ്റെ പണിയെല്ലാം
2000 വർഷത്തിന് മുമ്പ് 1500 വർഷത്തിന് മുമ്പ് തികച്ചു. പിന്നെ ദൈവത്തിന് ഒന്നും പറയാനില്ല. പാവം ദൈവം അവിടുന്ന് ഉറങ്ങുകയാണ് എന്ന വിധത്തിലാണ് ഈ മഹാന്മാരായ ആളുകൾ ഈ ആത്മീയ ഗോളത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും നമ്മോട് കൂടെ വസിക്കുകയും നാം ആയിരിക്കുന്ന അവസ്ഥയുടെ സൂക്ഷ്മതയിൽ നമ്മോട് ഇടപെടുകയും ചെയ്യുന്ന കരുതലിൻ്റെ ഉറവിടമായൊരു ദൈവത്തെ, നമ്മോട് കൂടെ ജീവിക്കുന്ന, നമ്മോട് കൂടെ നടക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ അറിയുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഭക്തരായ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെയും എൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു നിരീശ്വരവാദികളല്ല, അസന്മാർഗ വിധത്തിൽ ജീവിക്കുന്നവരുമല്ല. പിന്നെയോ ഇതാണ് ദൈവത്തിൻ്റെ ഹിതം, ഇതാണ് ദൈവത്തിൻ്റെ വഴി, ഇത് മാത്രമാണ് രക്ഷയിലേക്കുള്ള വഴി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാതെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും അവർ ശ്രദ്ധിക്കുന്നത് മാത്രം കഴിക്കുവാൻ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം, അത് മാത്രമേ ഉണ്ടാകാവൂ എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ഈ ആളുകളാണ് മനുഷ്യരുടെ ആത്മീയമായ വളർച്ചയ്ക്കും മേന്മയ്ക്കും നന്മയ്ക്കും ഏറ്റവും അധികം അപകടം വരുത്തുന്നത് എന്ന് ഞാൻ യേശുവിൻ്റെ പഠിപ്പിൽ കൂടെയാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു സൂചന മാത്രം തൽക്കാലം ഞാൻ നൽകട്ടെ. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് പരീശന്മാരെയും ശാസ്ത്രിമാരെയും അപേക്ഷിച്ച് വേശ്യമാർ സ്വർഗരാജ്യത്തിൽ അവർക്ക് മുൻപേ കടക്കും എന്ന് പറയാൻ കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ പുരോഹിത വർഗത്തിൻ്റെ പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങനെയുള്ള ആ കൂട്ടർ ലേവ്യർ, അവരുടെ സ്വാധീനം, അവരുടെ ഇൻഫ്ലുവൻസ്, അവർ മുഖാന്തരം മറ്റുള്ളവർക്ക് സഹിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു വേശ്യയിൽ കൂടെ സംജാതമാകുന്ന അവസ്ഥയേക്കാൾ മോശമാണ്, അപകടമേറിയതാണ് എന്നാണ് യേശു പറയുന്നത്. മനുഷ്യജാതിക്ക് ഏറ്റവും കൂടുതൽ തിന്മയും നഷ്ടവും വരുത്തുന്നത് വേശ്യകളല്ല, ഈ പുരോഹിത മതത്തിൻ്റെ ലൈസൻസും പിടിച്ച് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അളന്നുകുറിച്ച് വെച്ച് തങ്ങൾ പറയുന്നതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് അവകാശമില്ല എന്നും തങ്ങൾ വരയ്ക്കുന്ന ഈ വട്ടത്തിനുള്ളിൽ മാത്രമേ ദൈവം പൊറാട്ടുനാടകം കളിക്കുകയുള്ളൂ എന്ന് നിർബന്ധിക്കുകയും അതിനപ്പുറത്തേക്ക് നോക്കുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുരോഹിത വർഗമല്ലേ, സ്പാനിഷ് ഇൻക്വിസിഷൻ തൊട്ട് ഗോവ ഇൻക്വിസിഷൻ തൊട്ട് പിന്നെ ദൈവവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞ് മുദ്രകുത്തി ആളുകളെ ഇന്നും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ഇംഗിതത്തിൽ നിന്ന് അല്പമൊന്ന് തെറ്റിയാൽ നരകത്തിൻ്റെ പാസ്പോർട്ട് എഴുതി നൽകുന്ന കൂട്ടർ ഇപ്പോഴും രാജ്യത്വം ചെയ്യുന്നില്ലേ. അവരാണ് വേശ്യമാരേക്കാൾ മനുഷ്യരാശിക്ക് അപകടം എന്ന് വിളിച്ചു പറയുവാൻ യേശുവിന് മാത്രമേ ചരിത്രത്തിൽ നാളിതുവരെ തൻ്റെ ഇടമുണ്ടായിട്ടുള്ളൂ. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നുവെന്ന ക്രിസ്ത്യാനിക്ക് അതിന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏതാണ്ട് 100% തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ദർശനത്തെ സ്വീകരിപ്പാൻ നമുക്ക് തൻ്റെ ഇടമില്ല. നാം വീണ്ടും യേശു ചരിത്രത്തിൽ കാലുകുത്തിയിട്ടില്ല എന്ന വിധത്തിൽ യഹൂദൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും യഹൂദൻ്റെ പ്രത്യേകമായ മുഖമുദ്രയായ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മ, അതിൻ്റെ അടിമത്വത്തിൽ നാം അഭിരമിക്കുകയും ചെയ്യുന്നു എന്ന ദുഃഖകരമായൊരു യാഥാർത്ഥ്യത്തെ യേശുവിൻ്റെ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. യേശുവിൻ്റെ കണ്ണ്, യേശുവിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു ശിശുവിൻ്റെ കണ്ണ്, ഒരു ശിശുവിൻ്റെ കാഴ്ചപ്പാടായിരുന്നു യേശുവിൻ്റെ. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ, ഒരു ശിശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കണം. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിധത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു നാടകം പോലെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അതൊരു കൊച്ചു കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ഈ മാറത്തടിച്ച് നിന്ന് ശബ്ദമുണ്ടാക്കി തെരുവീഥിയിൽ നിന്ന് എല്ലാവരും കാണത്തക്കവണ്ണം
ഇതിനെ ഒരു വലിയ പരിപാടിയായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ഒരു ശിശുവിന് മാത്രമേ ചോദിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുഖം മ്ലാനമാക്കി, അയ്യോ ഞാൻ വലിയ നരകത്തെ ആയിപ്പോയി എന്ന വിധത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ നടിച്ച് നടക്കുക? അതൊരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. യേശുവിൽ നാം കാണുന്നത് ആത്മീയ ശൈശവത്തിൻ്റെ അതുല്യമായ സൗന്ദര്യവും വെളിച്ചവുമാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ മനുഷ്യർ ധൈര്യം കാണിക്കുന്നില്ല എങ്കിൽ, കൂട്ടാക്കുന്നില്ല എങ്കിൽ, അവരുടെ ജീവിതത്തെ പാടെ നശിപ്പിച്ച് കളയും. അവർക്ക് ആത്മീയമായ ഒരു ചുവട് വയ്ക്കുവാൻ സാധ്യമാകുകയില്ല എന്ന സുപ്രധാനമായ അറിവാണ് യേശു നൽകുന്നത്. നിങ്ങൾ യേശുവിൻ്റെ ദൗത്യം ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഇതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും. ആരും കൽപ്പിച്ചാക്കിയ ഒരു പാരമ്പര്യവും നിർദ്ദേശിക്കുന്ന ഒരു മതപരമായ ഫോർമുലയും അനുസരിച്ചല്ല യേശു പ്രവർത്തിച്ചത് എന്ന് മാത്രവുമല്ല, യഹൂദന്മാരുടെ ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന എല്ലാ സങ്കല്പങ്ങളുടെ പരിധിക്കപ്പുറത്ത് പോയിട്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ഇപ്പോൾ യഹൂദന്മാർ ശമര്യക്കാരും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം, അവസാനിക്കാത്ത പക, തീണ്ടൽ, അത് ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതെന്ത് പൊട്ടത്തരമാണ്, ഇതെന്ത് മൊണ്ണത്തരമാണ്, മന്ദബുദ്ധികൾക്ക് പോലും സ്വീകരിക്കാൻ കഴിയാത്ത സങ്കല്പമാണ്. യഹൂദനും ശമര്യക്കാരനും ഒരിക്കലും പരസ്പരം മിണ്ടരുത്, കാണരുത്, ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്, എന്നാൽ എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഒരവസ്ഥയുടെ ഭോഷത്വം തിരിച്ചറിയാൻ ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പരീശന്മാരും പാപികളും തമ്മിലുള്ള വ്യത്യാസം. യേശുവിൻ്റെ കാഴ്ചപ്പാട് തന്നെ യാതൊരു വിലയുമില്ലായിരുന്നു. ഒരു ശിശു എപ്രകാരമാണ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ വീക്ഷിക്കുന്നത് പോലെ തന്നെയാണ് യേശു ഇവയെ കണ്ടിരുന്നത് എന്നത് വളരെ പ്രത്യക്ഷമാണ്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസമായിക്കൊള്ളട്ടെ, ഒരു കുഷ്ഠരോഗി, ഒരു 5 വയസ്സുള്ള, 2 വയസ്സുള്ള, 3 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അടുത്തൊരു കുഷ്ഠരോഗി വന്നു നിന്നാൽ കുഞ്ഞെന്ത് ചെയ്യും? കൈ നീട്ടി അവനെ തൊടും. അതാണ് യേശു ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ യേശുവിൻ്റെ അടുത്തൊരു കുഷ്ഠരോഗി വരുന്നു. അന്നത്തെ യഹൂദൻ്റെ താരിപ്പനുസരിച്ചൊരു കുഷ്ഠരോഗി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് വരാൻ അനുവാദമില്ല. അവനങ്ങ് ദൂരെ മാറി നിന്ന് ഞാൻ അശുദ്ധനാണെന്ന് വാ പൊത്തി പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് പറയണം. കാരണം അവനെ ഒഴിഞ്ഞു പോകുവാനുള്ള സാവകാശം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതിന്. അങ്ങനെയുള്ള സമൂഹത്തിലാണ് യേശു കൈ അയച്ച് അവനെ തൊടുന്നത്. അതൊരു കുഞ്ഞിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ കനാന്യ സ്ത്രീയുടെ ഉള്ളിൽ മഹനീയമായ വിശ്വാസത്തിൻ്റെ തേജസ്സുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഒരു യഹൂദന് സാധ്യമല്ല, ഒരു കുഞ്ഞിന് മാത്രം സാധിക്കും. അതുപോലെ തന്നെ റോമൻ ശതാധിപൻ്റെ ഉള്ളിലും അതുല്യമായ വിശ്വാസത്തിൻ്റെ ഒരു ഊർജം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ യഹൂദനെ കൊണ്ട് സാധ്യമല്ല, ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. അങ്ങനെ മറ്റും ഒരു ബാലൻ്റെ കയ്യിലുള്ള പരിമിതമായ ഭക്ഷണപ്പൊതി കൊണ്ട് 5000 പേർക്ക് ആഹാരം കൊടുക്കാമെന്ന് ഒരു കുഞ്ഞിന് മാത്രമേ തോന്നുകയുള്ളൂ. ഒരു അഡൽട്ടിനും പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഈ ഒരു പ്രസ്താവന, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിവരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്ന പ്രസ്താവന, അത് ആത്മീയമായി നോക്കുമ്പോൾ ആണിക്കല്ലായ സുപ്രധാനമായ, ഒരിക്കലും മറന്നുകൂടാത്ത, ഒഴിച്ചുകൂടാത്ത ഒരു അടിസ്ഥാന മർമ്മമാണ്. അതിൻ്റെ പ്രാവർത്തികമായ അർത്ഥം, അതിൻ്റെ വ്യാപ്തി, അതിലടങ്ങിയിരിക്കുന്ന ആത്മീയ വിപ്ലവം യഥാർത്ഥത്തിലൊന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തീയ വിശ്വാസികൾ ധൈര്യം കാണിക്കുമെങ്കിൽ അവർ വിടുതലിൻ്റെ സന്തോഷം അനുഭവിക്കും. അല്ലാത്തവർ അടിമകളായി പട്ടുപോകും. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തെ അടിമത്വത്തിൻ്റെ പടുകുഴിയിൽ ഉപേക്ഷിച്ച് അവർ ഇവിടെ നിന്ന് തിരോധാനം ചെയ്യും. അവർ അവരുടെ ജീവിതത്തെ പാഴും ശൂന്യവുമാക്കും എന്ന വലിയ താക്കീതാണ് യേശുവിടെ നൽകുന്നത്. അതിൻ്റെ കൂടുതൽ അംശങ്ങൾ, ആത്മീയമായ അർത്ഥങ്ങൾ, അത് നൽകുന്ന താക്കീതുകൾ
വ്യക്തിപരമായി അന്വേഷിച്ച് വ്യക്തമായി അറിയുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി ഈ സമയത്ത് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു കൊള്ളുന്നു.